മോട്ടോർ വാഹന വകുപ്പിന് ഇനി സേവനം നൽകില്ലെന്ന് സീഡിറ്റ് 9 മാസത്തെ കുടിശ്ശിക വന്നതോടെയാണ് സീഡിറ്റ് സേവനം നിർത്തിയത്. ഈ മാസം 17 മുതൽ താൽക്കാലിക ജീവനക്കാരെ പിൻവലിക്കുകയും സേവനം അവസാനിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? മോട്ടോർ വാഹന വകുപ്പിന് സേവനം അവസാനിപ്പിച്ച വിവരമാണ് ഇപ്പോൾ സീഡിറ്റ് പുറത്തുവിടുന്നത്. കോടികളുടെ കുടിശ്ശിക വന്നതോടെയാണ് സീഡിറ്റ് സേവനം നടത്തിയിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് 9 മാസത്തെ കുടിശ്ശിക തന്നു തീർക്കാനുണ്ടെന്നാണ് സീഡിറ്റിന്റെ വിശദീകരണം. ഈ മാസം 17 മുതൽ താൽക്കാലിക ജീവനക്കാരെ പിൻവലിക്കുകയും സേവനം അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഏതായാലും സീഡിറ്റ് നേരത്തെ തന്നെ ഇക്കാര്യങ്ങളിൽ അറിയിക്കുന്നുണ്ട്. അതായത് മോട്ടോർ വാഹന വകുപ്പ് സീഡിറ്റുമായുള്ള ഫെസിലിറ്റി മാനേജ്മെന്റ് സർവീസ് കരാർ 2021 ജനുവരി 31 അവസാനിച്ചിരുന്നു. എന്നാൽ പിന്നീട് സർക്കാർ ഉത്തരവിന്റെ നിർദ്ദേശപ്രകാരം 2021 ഫെബ്രുവരി 8 ഇത് പുനരാരംഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി സീഡിറ്റ് തുടർന്ന് സേവനം നൽകിയിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെയും ഈ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു പണം നൽകിയിരുന്നില്ല. സേവനങ്ങൾക്കുള്ള പ്രതിഫല തുക മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും സീഡിറ്റിന് ലഭിച്ചില്ല. അതുകൊണ്ടാണ് കരാർ വ്യവസ്ഥകൾ അംഗീകരിച്ച് നൽകാത്ത സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് ഇത് പൂർണ്ണമായും വിച്ഛേദിക്കുന്ന ഒരു സാഹചര്യം. ഇനി സേവനം നൽകില്ല എന്ന് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അതിന്റെ കീഴിൽ താൽക്കാലികമായി നിർത്തിവെക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. അതായത് ഈ വകുപ്പിനെ ഇക്കാര്യം അറിയിക്കുന്ന സാഹചര്യമാണുള്ളത്. അതായത് ജീവനക്കാരെ ഇതുമായി ബന്ധപ്പെട്ട് പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മാസം 17 വരെയാണ് പ്രവർത്തനമുള്ളതെന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ഈ സീഡിറ്റുമായി ബന്ധപ്പെട്ട് ക്യാമറ അടക്കമുള്ള കാര്യങ്ങളിലാണ് ഇക്കാര്യം ബാധിക്കുക. മോട്ടോർ വാഹന വകുപ്പിന് ഇനി സേവനം നൽകില്ലെന്ന് സീഡിറ്റ് 9 മാസത്തെ കുടിശ്ശിക വന്നതോടെയാണ് സീഡിറ്റ് സേവനം നിർത്തിയത്. ഈ മാസം 17 മുതൽ താൽക്കാലിക ജീവനക്കാരെ പിൻവലിക്കുകയും സേവനം അവസാനിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു കരുണാകരൻ.